ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി കൂട്ടാലിട പാലോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സൽമാനെ കാണാനാണ്. സൽമയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സൽമയ്ക്ക് വലത് കാലിനും ഇടത് കൈക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് നടക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കാല് കുറച്ച് വലിച്ച് ആ രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ വേറെ യാതൊരു വിഷയമൊക്കെ ഇല്ല. അവൾ നല്ല സ്മാർട്ടാണ്, ജോലി ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാത്രമല്ല, ഉപ്പാൻ്റെ ഷോപ്പിൽ ഉച്ചയ്ക്ക് ശേഷം ഹെൽപ്പിങ്ങിന് പോയി നിൽക്കുകയൊക്കെ ചെയ്യുന്ന നല്ല സ്മാർട്ടായിട്ടുള്ള മോളാണ്. നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കണം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് സൽമാൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഈ വരുന്നതാണ് കേട്ടോ സൽമ. നടക്കുമ്പോൾ ചെറിയൊരു കാര്യം വലിച്ച പോലെ, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വിഷയമൊന്നുമില്ല. സൽമ, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? ഓ, ഇന്ന് ലീവാണോ? അതെ. KSF-ലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. അവിടെ എത്ര വർഷമായി? 4 വർഷം. അവിടെ സ്ഥിര നിയമനല്ലേ? അതെ. അതെങ്ങനെ PSC എഴുതിയിട്ട് കിട്ടിയ? എംപ്ലോയ്മെന്റ്. ഇത് സൽമാൻ്റെ ഉപ്പയാണ് കേട്ടോ. ഉപ്പാൻ്റെ പേരെന്താ? ബാബുട്ടി. അപ്പോൾ ഓക്ക് ജന്മന ഉള്ളതാണ് ഈ ബുദ്ധിമുട്ട് നടക്കാനുള്ള. അപ്പോൾ അന്നേരം ചികിത്സ ചെയ്തിട്ട് ഈ രീതിയിലായതല്ലേ? വലത് കൈക്കാട, ഇടത് കൈക്കല്ലേ? ഇടത് കൈക്ക് ബലം എടുക്കാനൊന്നും പറ്റൂല, അങ്ങനെയാണോ? 2 കിലോ 3 കിലോ വരെയുള്ള വെയിറ്റ് എടുക്കാനും പറ്റും. അതൊക്കെ തന്നെ എല്ലാവർക്കും പറ്റും. അപ്പോൾ കാര്യമായിട്ടുള്ള വിഷയമൊന്നും കഴിക്കില്ല അല്ലേ? ഇല്ല. അത് പിന്നെ എന്താ കൈക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കാരണം? വലുത് കഴിഞ്ഞ പോലത്തെ ഒരു സ്വാധീനം, ചെറിയൊരു സ്വാധീനക്കുറവില്ല. അപ്പോൾ പറയത്തക്ക വിഷയമൊന്നും സൽമക്കില്ല കേട്ടോ. നടന്നിട്ട് എല്ലായിടത്തിലും പോകുന്നതല്ലേ? ഓ, ഞാൻ കോഴിക്കോട് ലോൺ യൂണിറ്റിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. കല്ലായി റോഡ് ബസ്സിന് പോവുക. സൽമക്ക് എത്ര വയസ്സായി? 36 അല്ലേ? അപ്പോൾ എന്താ കല്യാണ ആലോചന നോക്കിയില്ലേനോ? നോക്കിയിട്ടുണ്ട്. നമുക്ക് വരായിട്ടുള്ളതാണ്. അതെ. അപ്പോൾ നടക്കുമ്പോൾ കാലുവേദന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരല്ലോ? അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും നടക്കാം. വേറെ ടാബ്ലറ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. വേറെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. പറയാൻ മാത്രമുള്ള വിഷയം നോക്കില്ല. 36 വയസ്സായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനയൊക്കെ സ്വീകരിക്കാം? ഇപ്പോൾ ഒരു 40 വയസ്സ്, 42 അല്ലേ? 36. അതെ, ഒരു 4-5 വയസ്സിന് വ്യത്യാസത്തിലുള്ള ആലോചന വന്നോട്ടെ. പിന്നെ ദൂരം പ്രശ്നമുണ്ടോ? ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടില്ലാന്ന് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് എത്ര മക്കളാ? 3 പെൺകുട്ടികളാണ് അല്ലേ? അപ്പം ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് അല്ലേ? അതാണ്, ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ, ഒരു 42 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദൂരം നോക്കുന്നുണ്ടോ? ദൂരം അങ്ങനെ ആകുമ്പോൾ എത്ര ദൂരം നോക്കില്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ. എന്നാലും നമുക്കൊരു അന്വേഷിച്ച് അതിനൊക്കെ പറ്റിയ ഒരു ഡിസ്റ്റൻസിലുള്ളത് മതി അല്ലേ? നമ്മൾ ഈ മലബാർ ഏരിയ അല്ലേ? അങ്ങനെയൊക്കെ മതി. എന്തായാലും നല്ലപോലെ അന്വേഷിക്കണം. പല ആൾക്കാരും പല സ്ഥലത്തുനിന്നാണ് വിളിക്കുക. എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കില്ല. അപ്പം അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. കല്യാണത്തിന് ശേഷമുള്ളൊരു കാര്യത്തിന് എനിക്ക് അതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാം. സൽമ എത്ര വരെയാണ് പഠിച്ചേ? ഞാൻ +2 കഴിഞ്ഞിട്ട് വേറെ എന്തിനാ പോയിരുന്നോ? കുറച്ച് കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോയിരുന്നു. ഭിന്നശേഷിയിൽപ്പെട്ട ഒയിക്കരം വയനാട്, അവിടെയൊക്കെ കുറച്ച് കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. അത് ശരി. പിന്നെ 42 വയസ്സ് എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ആയതും പിന്നെ ഭാര്യ മരിച്ചവരൊക്കെ ഉണ്ടാവും. അത് നമ്മൾ സ്വീകരിക്കുമോ? അതിൽ പഠന വൈകല്യം, ബുദ്ധിക്കുറവ്, നിലവിൽ ഭാര്യ ഉള്ളത്, ഇതൊന്നും വേണ്ട. ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഇല്ല. അതെ. അപ്പോൾ കുട്ടികളുള്ളത് നമുക്ക് പറ്റൂലല്ലോ. ബാധ്യത ഇല്ലാത്ത കുട്ടികളും ബാധ്യതയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതും പ്രശ്നമില്ല. പിന്നെ ഇവർ പറഞ്ഞ പോലെ നിലവിൽ ഭാര്യമാരുള്ള ആരും കോണ്ടാക്ട് ചെയ്യരുത്. പിന്നെ ചെറിയ ബുദ്ധിപരമായ വിഷയമുള്ളവരും നമുക്ക് പറ്റൂല എന്നാണ് പറഞ്ഞത്. അതല്ലാത്ത വേറെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് നോക്കാം അല്ലേ? നടക്കാൻ ഈ പിന്നെ സൽമാനെ പോലെ തന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പ്രശ്നമില്ലല്ലോ? ഇല്ല. അതെ, അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയമില്ല. പിന്നെ പറഞ്ഞല്ലോ സൽമക്ക് സ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് ജോലിയുണ്ട് KSF-ൽ. അവിടെ എന്തായിട്ടാ
ഞാൻ PTS ആയിട്ട് വർക്ക് ചെയ്യാം. PTS അല്ലേ? ആ ഹാ ഹാ. നമ്മൾ തുടക്കത്തിലൊന്ന് പറഞ്ഞു ഉപ്പാക്ക് ചെറിയൊരു മസാലക്കട ഉണ്ട് എന്ന്. അപ്പോൾ അതെവിടെയാ കട? ഇവിടെ അടുത്ത് തന്നെ. ആ, അവിടെ എന്തൊക്കെ ഐറ്റംസാ? മൊത്തം ഇങ്ങനെ അരി സാധനങ്ങളൊക്കെ അല്ലേ? ഈ സാധനം പിന്നെ ഈ സ്റ്റേഷനറി സാധനങ്ങൾ അതൊക്കെ തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ കച്ചവടമൊക്കെ അങ്ങനെ പോകുന്നില്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സൽമയാണോ നിൽക്കല്? ആ ആ. അപ്പോൾ വരുന്ന ഒരാൾക്ക് ജോലിയും ഇവിടെ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ പിന്നെ ആ ഷോപ്പിലൊക്കെ നിന്ന് നല്ല രീതിയിൽ കച്ചവടമൊക്കെ ചെയ്തൊരു സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരട്ടോ. പിന്നെ ഈ ഒരു അവസരം മുതലാക്കാൻ അങ്ങനെ വെറുതെ അങ്ങനെ വരുന്ന പോലെ വരികയും ചെയ്യരുത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വീടുണ്ട്, ഇപ്പം കച്ചവടത്തിന് ഷോപ്പുണ്ട്, നല്ല രീതിയിലുള്ള സ്നേഹിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്, വേറൊരു ബുദ്ധിമുട്ടും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ഉമ്മയും ഉപ്പയും ഓളും മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ബാക്കി ഏട്ടത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞാണ്. അതെ, രണ്ടാളെ കല്യാണം കഴിഞ്ഞവരൊക്കെ സ്വന്തം വീടുമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളും നല്ലതായിരിക്കണം. ഈ അവസരമെല്ലാം മുതലാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ദയവേത് കോണ്ടാക്ട് ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇതുവരെ വിവാഹം എന്തെങ്കിലും കാരണം കൊണ്ട്, സാമ്പത്തിക പ്രശ്നം കൊണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പോയാലും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല അല്ലേ? അതെ, ആ ദിവാന്നിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ സൽമയ്ക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഡിമാൻഡ്, എങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെ എന്താ പറയാനുണ്ടോ? നമ്മളെ ഈ വൈകല്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒരാളാണ്. അതെ, നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ നാളെ സൽമാൻ്റെ കൈപിടിച്ച് പുറത്തേക്കൊക്കെ പോകുമ്പോൾ, കൈപിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കൈപിടിച്ച് നടത്തേണ്ട ഇതൊന്നും അല്ല കേട്ടോ. ഭാര്യയും ഭർത്താവാകുമ്പോൾ അങ്ങനെ കൈപിടിക്കുമല്ലോ. അപ്പോൾ ഒരു കുറവ്, ഓളെന്ത് ഇങ്ങനെ നടക്കുന്നവൾ നടക്കുമ്പോൾ ഒരു ഇടായിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ കാണുമ്പോൾ എനിക്ക് കുറവ്, അങ്ങനെയുള്ള ഒരാൾ വരരുത് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള, അല്ലാണ്ടൊക്കെ അങ്ങനെ വലിയ വൈകല്യം അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഈ കാണുമ്പോഴുള്ള എനക്കെന്തോ നാണക്കേടാണ്, ഞാൻ ഇഞ്ചോടി പുറത്ത് വരില്ല അങ്ങനെ വിചാരിക്കുന്ന പോലെ ഇങ്ങോട്ട് വരുവേ വേണ്ട. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള, നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പോലാണെങ്കിൽ നിങ്ങൾക്കും നല്ല ആത്മാർത്ഥമുള്ള സ്നേഹം കിട്ടും. അപ്പോൾ നല്ല മോളാണ്. അപ്പോൾ അങ്ങനത്തെ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, എല്ലാവരും പല ഒളിച്ചോടൽ, അത് ഇത്, വീട്ടിൽ പ്രശ്നങ്ങൾ, അങ്ങനെ പല ഇതായിട്ട് വരുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ആവശ്യമുള്ള ഒരാളെയാണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ജീവിതം ഓക്കെ ആയിരിക്കും. ഉപ്പാക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനൊന്നുമില്ല, എനിക്ക് തന്നെ ഓളെ കാര്യത്തിൽ തന്നെ. അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ. ഉമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സൽമയ്ക്ക് വേറെ ഒന്നുമില്ലല്ലോ പറയാൻ? അതെ, അത്രയല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ട്ണർ വരട്ടെ. ഫ്രണ്ട്സ്, സൽമയും ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇവരുടെ സ്ഥലം പറഞ്ഞല്ലോ, അതായത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി പാലോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ കൂട്ടാലിടേൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നായാലും അത്രയും സന്തോഷം. ഇനിയിപ്പോൾ കുറച്ച് ദൂരെ ആണെങ്കിലും കുഴപ്പമില്ല. ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം അങ്ങനത്തെ ദൂരമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, പിന്നെ കണ്ണൂർ ജില്ല, വയനാട് ജില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ അടുത്തുള്ള ജില്ലകൾ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പം കുറച്ച് ദൂരെ ആണെങ്കിലും നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നല്ലൊരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓളെ സംരക്ഷിക്കുന്ന, മരണം വരെ ചേർത്ത് പിടിക്കുന്ന, ഈ കുടുംബത്തിലൊരു ആൺകുട്ടിയായിട്ട് ഇവർക്ക് 3 പെൺകുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ മക്കളുടെയും ഭർത്താക്കന്മാരാണ് ഇവർ സ്വന്തം മക്കളായിട്ടുള്ളത്. അതേപോലെയുള്ള സ്വന്തം ഒരു മോനായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന, അതായത് പിന്നെ ഇങ്ങനെ നമുക്കൊരു വീടും ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓലെ ഞാൻ നല്ലോണം നോക്കിക്കോളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ മക്കളും അങ്ങനെയൊന്നും ഉള്ളതല്ല. ഇവിടെ പെൺകുട്ടികൾ തന്നെയാണ്, അറിയാലോ, കല്യാണം കഴിച്ച് പോയ ഇവിടെ ഈ മോളും കൂടി പോയാൽ ഉമ്മ ഇപ്പോൾ ഒറ്റക്കായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നവരാണാകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ദുരുപയോഗം ചെയ്യരുതെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. പിന്നെ എൻ്റെ പേരും പറഞ്ഞു, പിന്നെ എൻ്റെ ഫ്രണ്ടാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പലരും ഉണ്ടാവും. വീഡിയോ എടുത്തോലും വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ യാതൊരു വിധ എൻ്റെ കമ്പനിക്കാരെന്ന് തന്നെ വിളിക്കുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഒരുപാട് ഉടായ്പകൾ പല ഇതും പറഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാനല്ലാണ്ട് പല രീതിയിലും പൈസ പറ്റിക്കാനും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ട് ശ്രദ്ധിച്ച് മാത്രം നിൽക്കുക എന്ന് എല്ലാവരോടും പറയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. ഇതിൽ നമ്പർ കൊടുക്കുക, അതിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.